1945 ഡിസംബർ 13 ലോകം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുമ്പോൾ ജർമ്മനിയിലെ ഒരു ജയിലിൽ വെച്ച് ഒരു 22 വയസ്സുകാരി തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. അവളുടെ നീല കണ്ണുകളിലും സുന്ദരമായ മുഖത്തും മരണത്തെ ഭയക്കുന്ന ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രം അവളെ വിളിച്ചത് ഹൈന ഓഫ് ഓഷ്വീറ്റ്സ് എന്നാണ്. വെറും 22 വയസ്സിനുള്ളിൽ 30-ലധികം തടവുകാരെ നേരിട്ടും ആയിരക്കണക്കിന് ആളുകളെ ഗ്യാസ് ചേംബറുകളിലേക്കും അയച്ച ഇർമ ഗ്രീസ്. ആരായിരുന്നു അവൾ? എങ്ങനെയാണ് ഒരു സാധാരണ പെൺകുട്ടി മനുഷ്യത്വം മരവിച്ച കൊലയാളിയായി മാറിയത്? 1923 വടക്കൻ ജർമ്മനിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഇർമ ജനിച്ചത്. 13-ാം വയസ്സിൽ അമ്മയുടെ ആത്മഹത്യ അവളെ തളർത്തി. പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി. എന്നാൽ അന്നത്തെ ജർമ്മനിയുടെ രാഷ്ട്രീയ സാഹചര്യം അവളെ മറ്റൊരു ദിശയിലേക്ക് നയിച്ചു. അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി പാർട്ടി ജർമ്മനിയിൽ പിടിമുറുക്കുന്ന കാലം. യുവാക്കളെ ആവേശഭരിതരാക്കുന്ന നാസി പ്രൊപ്പഗണ്ടയിൽ ഇർമ ആകൃഷ്ടയായി. ലീഗ് ഓഫ് ജർമ്മൻ ഗേൾസ് എന്ന സംഘടനയിലൂടെ അവൾ നാസി പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി. ഹിറ്റ്ലറുടെ ആര്യൻ വംശീയത എന്ന വിഷം അവളുടെ ചിന്തകളിൽ പടർന്നു. 19-ാം വയസ്സിൽ അവൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഗാർഡായി ജോലിയിൽ പ്രവേശിച്ചു. അധികാരം ഒരു ലഹരിയായി മാറിയ നിമിഷങ്ങൾ. റാവൻസ്ബ്രൂക്കിൽ നിന്ന് ഓഷ്വിറ്റ്സിലേക്ക് അവൾ എത്തുമ്പോഴേക്കും ഇർമ ഗ്രീസ് എന്ന ക്രൂരതയുടെ മുഖം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. തടവുകാരെ ചാട്ടവാരമുണ്ട് അടിക്കുക, പട്ടിണിക്കിട്ട നായ്ക്കളെ വിട്ട് അവരെ കൊലപ്പെടുത്തുക, ഗ്യാസ് ചേംബറുകളിലേക്ക് ആര് പോകണമെന്ന് തീരുമാനിക്കുക. ഇതിലൊക്കെ അവൾ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തി. ഇത് വെറുമൊരു കൊലപാതകത്തിന്റെ കഥയല്ല, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി എങ്ങനെ സാധാരണ മനുഷ്യരെ രാക്ഷസന്മാരാക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഹിറ്റ്ലറുടെ ഭരണകൂടം അവൾക്ക് നൽകിയത് തടവുകാരുടെ മേൽ ദൈവത്തിന് തുല്യമായ അധികാരമായിരുന്നു. രാഷ്ട്രീയപരമായ വംശീയ വിദ്വേഷം അവളുടെ ഉള്ളിലെ കരുണയെ പൂർണ്ണമായും ഇല്ലാതാക്കി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴും അവൾ ഒട്ടും പശ്ചാത്തപിച്ചില്ല. കോടതിയിൽ നാസി വിപ്ലവഗാനങ്ങൾ പാടിയാണ് അവൾ വിധി കേട്ടത്. 22-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെടുമ്പോൾ ബ്രിട്ടീഷ് നിയമചരിത്രത്തിൽ വധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അവൾ മാറി. 1945 ഡിസംബർ 13 തൂക്കുമരത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും അവൾ ശാന്തയായിരുന്നു. വേഗമാകട്ടെ എന്നായിരുന്നു അവളുടെ അവസാന വാക്ക്. സൗന്ദര്യമുള്ള ഒരു മുഖത്തിന് പിന്നിൽ ഒളിഞ്ചിരിക്കുന്ന ഭീകരതയുടെ അടയാളമായി ഇർമ ഗ്രീസ് ഇന്നും ചരിത്ര താളുകളിൽ അവശേഷിക്കുന്നു. ഇർമ ഗ്രീസ് വെറുമൊരു കൊലപാതകയല്ല, അന്ധമായ രാഷ്ട്രീയവും വംശീയ വിദ്വേഷവും മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുമെന്നതിന്റെ എക്കാലത്തെയും വലിയ പാഠമാണ്.